ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് വീടുകളിലൊക്കെ ഗ്രഹസന്ദർശനത്തിന്റെയൊക്കെ ഭാഗമായി പോയി. അപ്പൊ ചിലയിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പ് രോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് പരിതാപകരമാണ്. പാവപ്പെട്ടവർ പൊതിച്ചോറുകളിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഫ്ലാഷ് ബാക്ക്. കൊല്ലം കോർപ്പറേഷന് എത്ര രൂപ ഏത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അമൃതാണോ, ജൽജീവനാണോ, സൗഭാഗ്യ യോജനയാണോ, ആവാസ് യോജനയാണോ, ഏത് പദ്ധതി? ഇനി കക്കൂസ് പണിയാനാണോ? ഏത് പദ്ധതി? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇന്ന് ചർച്ച ചെയ്യുന്ന പുള്ളിക്കട കോളനിയില് റെയിൽവേ ഭൂമി കേരളത്തിന്റെ ഫണ്ടല്ലേ? ചിന്ത ചോദിച്ചു എത്ര കോടി രൂപയാണ് അമൃത് പദ്ധതി അല്ല കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്. അല്ല പറയട്ടെ, രേഖ കാണിച്ചു കേട്ടോ, വിവരാവകാശ രേഖ. ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? അമൃത് പദ്ധതി പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട്? ചോദ്യത്തിന് ഉത്തരം ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കാം. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.